ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ യൂണിറ്റ് 4 സെക്കൻഡ് ചാപ്റ്റർ ചൗക്ക്. ചൗക്ക് ഒരു കവിതയാണ്, ആലോക് ദൻവയുടെ ആണ്. നമ്മുടെ പാർട്ട് 2 ക്ലാസ് ആണ്. ചൗക്കിൻ്റെ ആസ്വാദൻ ടിപ്പണി അപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചൗക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. चौक आलोक दनवा. बड़े शहर के बेतरतीब चौक कवि ने ऐसा क्यों कहा होगा? അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? വലിയ നഗരത്തിലെ നിയന്ത്രണമില്ലാത്ത നാൽക്കവല കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? कवि ने इस पंक्ति से बड़े शहरों की अव्यवस्था, भीड़ भाड़ और अमानवीयता को व्यक्त किया है. यहाँ लोग तो बहुत है पर आपसी जुड़ाव या अपनापन नहीं. यहाँ सामाजिक और मानवीय मूल्यों की कमी महसूस होती है. എന്താ അർത്ഥം? പ്രസ്തുത വരിയിലൂടെ കവി നഗരങ്ങളുടെ അച്ചടക്കമില്ലായ്മ, തിരക്ക്, മനുഷ്യത്വമില്ല എന്നിവ വ്യക്തമാക്കുന്നു. ഇവിടെ ആളുകൾ ധാരാളമുണ്ട്, പക്ഷേ പരസ്പരം പരസ്പര ബന്ധം, ഇത് ഒരുമിച്ച് എഴുതാട്ടോ. പരസ്പര ബന്ധം അഥവാ സ്വന്തം എന്ന ഭാവം ഇല്ല. ഇവിടെ സാമൂഹിക മാനുഷിക മൂല്യങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അർത്ഥമൊന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങൾക്ക് ആൻസർ ഹിന്ദിയിലുള്ളത് മാത്രമേ വേണ്ടൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 20 वर्षों के अखबार के पीछे छोड़ आया था. इस कथन का तात्पर्य क्या है? 20 വർഷത്തെ വർത്തമാന പത്രങ്ങളുടെ പിറകിൽ ഉപേക്ഷിച്ചു വന്നതാണ് ഈ പ്രസ്താവന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, इस कथन का तात्पर्य है कि व्यक्ति ने अपने जीवन के पिछले 20 वर्षों की स्मृतियों, घटनाओं, अनुभवों या चिंताओं को पीछे छोड़ दिया है. ये बीते हुए अखबारों की तरह अप्रासंगिक हो गए हैं. यह अखबार अब महत्व न रखने वाला बीत चुकी बातों का प्रतीक है. पुराने जीवन से ये വ്യക്തി മാനസിക യാ ഭാവനാത്മക ദൂരി ബനാ ലേത്താ ഹെ. തൻ്റെ ജീവിതത്തിൻ്റെ 20 വർഷത്തെ ഓർമ്മകളും സംഭവങ്ങളും അനുഭവങ്ങളും ചിന്തകളും പിറകിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവ കഴിഞ്ഞുപോയ വർത്തമാന പത്രങ്ങളെ പോലെയാണ്. ഇത് വർത്തമാന കാലം പോലെ എന്നാണ് കേട്ടോ. പ്രാധാന്യമില്ലാത്തവയാണ്. അഖ്ബാർ എന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പ്രതീകമാണ്. ഈ വ്യക്തി പഴയ ജീവിതത്തിൽ നിന്നും മാനസികമായി ഭാവനാപരമായ ദൂരം ആഗ്രഹിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഹിന്ദി മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക ആവശ്യമുള്ളവർ. അടുത്തത് നമുക്ക് ആകെയാണ്. ആകെ സഹി മിലാനാണ്. ആദ്യത്തെ ഇന്തസാർ കർണ, പ്രതീക്ഷ കർണയിലേക്ക് മാച്ച് ചെയ്യുക. ഹവാലെ കർണ, സോംപ് ദേന. ദാഖില ലേന, പ്രവേശ് കർണ. ചോടാന, ഉപേക്ഷിത് കർണ. ഇത്രയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് വരുന്നത് സമാൻ ആശയവാലി പങ്ക്തിയൻ ചുൻകർ ലിഖിയാണ്. ആദ്യത്തെ ഉൻ महिलाओं ने मुझे कठिनाइयों को पार करने में मदद की. ഏതാ സമാന ആശയം വരുന്ന ലൈൻസ്? उन स्त्रियों का वैभव मेरे साथ रहा जिन्होंने मुझे चौक पार करना सिखाया. ഇതാണ് ആ ലൈൻ. അടുത്തത് ചോട്ടെ ഷഹർ കി സ്കൂൾ में मेरी भर्ती हुई. ആ അർത്ഥം വരുന്ന ലൈനുകളാണ്. कस्बे के स्कूल में मैंने पहली बार दाखिला लिया था. അടുത്തത് अस्त व्यस्त चौराहों को पार करते समय मुझे उन स्त्रियों की याद आती है. जब कभी मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उन स्त्रियों की याद आती है. അടുത്ത വരുന്നത് स्त्रियों ने मुझे प्रतीक्षा करना सिखाया, उन्होंने मुझे इंतजार करना सिखाया. ഇതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻ പ്രസംഗവും കെ ചിത്ര ഗീഞ്ചെ ശീർഷക് ദേ ഓർ പ്രദർശിനി ചലായ്. തന്നിരിക്കുന്ന സെൻറ്റൻസുകളുടെ എന്ത് ചെയ്യണം? ചിത്രങ്ങൾ, നമുക്ക് പിക്ചറാണ് വേണ്ടത്, എന്നിട്ട് അതിനൊരു ഹെഡിങ്ങും കൊടുക്കണം. ആദ്യം ബച്ചേ കോ ചൗക്ക് പാർ കർനെ മേ സഹാര ദേനെ വാലി സ്ത്രീയോ. അപ്പോൾ അതാ ലേഡീസ് അവനെ അത് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹെഡിങ് നമ്മൾ ഏക് സഹാറ എന്ന് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം കൊടുക്കുക കേട്ടോ. ബച്ചേ കോ സ്ത്രീയോ കെ ഹവാല കർനെ വാലി മാ.
സുരക്ഷിത് हाथों में എന്നുകൊണ്ട് ഹെഡിങ് കൊടുക്കുക. അക്കേലെ ഫാട്ടക് പാർ करते हुए स्कूल पहुंचने वाला बच्चा ലക്ഷ്യസ്ഥാൻ पर എന്ന് കൊടുക്കുക. दोस्तों के साथ सड़क पार करके स्कूल जाने वाला बच्चा ഹം സാത്ത് സാത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിക്ചറിനെ മാറ്റാം. അടുത്തത് കവിതാക്ക ആശയ ലിഖിതമാണ്. കവിതയുടെ ആശയം നോക്കാം. श्री आलोक धनवा आधुनिक कवियों में प्रमुख है. दुनिया रोज बनती है 1998 उनका कविता संग्रह है. ഈ ദുനിയ റോസ് ബൻതി ഹെ എന്നുള്ളതാണ് അയാളുടെ കവിതാ സമാഹാരം. ചൗക്ക് ഈ സംഗ്രഹ की कविता है. ചൗക്ക് അതിൽ നിന്ന് എടുത്ത ഒരു കവിത മാത്രമാണ്. പ്രസ്തുത കവിത के माध्यम से कवि अपने स्कूली दिनों को याद करते हैं. അപ്പോൾ ഇതിൽ നിന്ന് അയാളുടെ സ്കൂൾ ലൈഫാണ് അയാൾ ഓർത്തെടുക്കുന്നത്. कवि उन स्त्रियों को याद करते हैं जिन्होंने उन्हें बचपन में चौक पार करना सिखाया था. वे काम पर जाते वक्त कवि को भी साथ लेती थी. स्कूल उन स्त्रियों के रास्ते में था. जब कस्बे के स्कूल में प्रवेश पाया तो खुद ही जाने लगा. कई लड़के दोस्त बने तो उनके साथ स्कूल जाने लगे. वर्षों बाद भी किसी बड़े शहर की चौक पार करते तो उन स्त्रियों की याद कवि के मन में आती है. चौक के माध्यम से समाज के बदले हुए मूल्यों, अन्याय, असमानता और संवेदनहीनता पर सवाल उठाती है. आजकल ये चौक केवल एक व्यावसायिक और राजनीतिक केंद्र बन गया है. आम आदमी की जिंदगी संघर्ष और संवेदनाएं गुम हो चुकी है. एक कविता कवि के आत्मसंबंधन, स्मृतियों की वापसी और अपने अतीत से फिर से जुड़ने की इच्छा को दर्शाती है. അടുത്തത് അനുബന്ധ കാര്യമാണ്. സ്കൂളി സ്മൃതിയോ पर लिखी गई കവിതായും കഹാനിയും സങ്കലിത് കരെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ലൈഫിനെ ഓർമ്മിപ്പിക്കുന്ന കവിതയോ ഒരു കഥയോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങൾക്കൊരു കവിത തരാം. സ്കൂൾ की यादें. वो स्कूल के दिन वो दोस्तों का साथ याद आता है हर एक पल हर एक बात. फुल स्टॉप ആണ്. वो हंसी टिटोली वो मस्ती की लहर दिल में बसा है अब तक वो प्यारा सा शहर. क्लास में पढ़ना फिर बाहर खेलना, कभी टीचर की डांट कभी प्यार से मिलना. वो टिफिन शेयर करना, वो बातें बनाना, काश लौट आए फिर से वो बचपन का ज़माना. परीक्षा का डर फिर छुट्टियों की मौज, यादों के पिटारे में सब है आज भी मौजूद. स्कूल की उन गलियां में दिल आज भी भड़कता है. बचपन की उन यादों को मन आज भी സംജോത ഹെ. ഓക്കെ, ഇതാണ് ഞാൻ തരുന്ന കവിത. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സ്കൂൾ ലൈഫിൻ്റെയോ കഹാനിയോ കവിതയോ എഴുതാവുന്നതാണ്. അടുത്തത് നമുക്ക് കുറച്ച് സുരക്ഷാനെ കേവൽ ഏക് നാര ബൽക്കി ഹി ഏക് ജീവൻ കി ഏക് ധാര. കുച്ച് സഡക് ചിഹ്നോം കോ പെഹചാനെ. അപ്പോൾ നമ്മുടെ റോഡ് സിമ്പിൾസ് ആണ്. ആദ്യം നമുക്ക് ചൗക്ക് തന്നിട്ടുണ്ട്, യാതായാത് സങ്കേതക് തന്നിട്ടുണ്ട്, പൈതൽ ക്രോസിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളോട് ചെയ്യാൻ തന്നിരിക്കുന്നതാണ് ലിഖേ ചിഹ്ന കിസ്കി സൂചന ദേത്തെ ഹെ. ആദ്യത്തെ നമുക്ക് ജംഗലി ജാൻവർ പാർ കർ രഹാ ഹെ, അതായത് വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ. അടുത്തത് തന്നിരിക്കുന്നത് കൂബഡ് യാ ഊബഡ് ഗാബഡ് സഡക്. അടുത്തത് ആകെ സ്കൂൾ ഹെ. इन्हीं विशेष दिवस ആണ്. दिसंबर और जनवरी महीनों के विशेष दिवसों को पहचाने और सूचीबद्ध करेയാണ്. അപ്പോൾ ഡിസംബറിലെയും ജാനുവരിയിലെയും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളുണ്ട്, ഞാൻ കുറച്ചിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഡിസംബർ 10 വിശ്വ മാനവാധികാർ ദിവസമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഡിസംബർ 14 രാഷ്ട്രീയ ഊർജ്ജ സംരക്ഷൺ ദിവസ്. ഡിസംബർ 16 വിജയ് ദിവസ്. ഡിസംബർ 19 गोवा मुक्ति दिवस. दिसंबर 23 किसान दिवस. 24 राष्ट्रीय उपभोक्ता अधिकार दिवस. दिसंबर 25 क्रिसमस सुशासन दिवस. दिसंबर 26 वीर बाल दिवस. इनी जनवरी 1 वैश्विक परिवार दिवस नव वर्ष दिवस. जनवरी 4 विश्व ब्रेल दिवस. जनवरी 9 प्रवासी भारतीय दिवस. जनवरी 12 राष्ट्रीय युवा दिवस. जनवरी 15 भारतीय सेना दिवस. जनवरी 16 राष्ट्रीय സ്റ്റാർട്ടപ്പ് ദിവസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചൗക്കിൽ വരുന്നത്. ആലോക് ധൻവയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ളത് എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.